കേന്ദ്ര ബജറ്റിനെ അതിരൂക്ഷമായ രീതിയിൽ വിമർശിച്ച രാഹുൽ ഗാന്ധി ആഗോള മത്സരങ്ങളിൽ നേരിടുന്നതിനെക്കുറിച്ച് ബജറ്റ് ഒന്നും പറയുന്നില്ല എന്നും പുതിയ കാലത്തെ വെല്ലുവിളികളെക്കുറിച്ചും ബജറ്റ് മൗനം പാലിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. IT മേഖലയിൽ AI വെല്ലുവിളികൾ ഉയർത്തുകയാണ്. ഊർജം, സാമ്പത്തികം, രൂപയുടെ മൂല്യം ഇടിവ് എന്നിവയെക്കുറിച്ചൊന്നും ബജറ്റിൽ പരാമർശമില്ല. ഭൗമരാഷ്ട്ര പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ബജറ്റിൽ ഇല്ല. സാധാരണ ബജറ്റ് പോലെ തന്നെയാണ് ഇത്തവണത്തേത് എന്നും രാഹുൽ വിമർശിച്ചു. ഇന്ത്യ-US വ്യാപാര കരാറിനെയും രാഹുൽ ഗാന്ധി കടന്നാക്രമിച്ച് വിമർശിച്ചു. US സൂപ്പർ പവറായി നിലനിൽക്കാൻ ഇന്ത്യൻ ഡാറ്റ ആവശ്യമാണ്. നമ്മുടെ ജനങ്ങളെയാണ് അമേരിക്കയുടെ മുൻപിൽ അടിയറവ് വെച്ചത്. ദുർഘടമായ സമവായത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് എന്നും ഇന്ത്യ-US കരാറിൽ എന്തെന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നുമാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. ഇന്ത്യ സഖ്യമാണ് ട്രംപുമായി ഡീൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഡോളറിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം ഇന്ത്യൻ ഡാറ്റ ആണ് എന്ന് മുന്നറിയിപ്പ് നൽകിയേനെ. രണ്ടാമത്, ഡാറ്റ ആവശ്യമെങ്കിൽ ഞങ്ങളെ തുല്യരെന്ന് കണക്കാക്കി സംസാരിക്കാൻ ആവശ്യപ്പെടും. മൂന്നാമത്, ഇന്ത്യൻ കർഷകരെ ഏതു വിധേനയും സംരക്ഷിക്കുമെന്ന് പറയും. ഇന്ത്യയെ പാകിസ്ഥാനോടല്ല തുല്യരായി കാണേണ്ടത് എന്നും രാഹുൽ പറഞ്ഞു. നമ്മുടെ ഡാറ്റയിൽ വിട്ടുവീഴ്ച ചെയ്താണ് US കരാറുണ്ടാക്കിയത് എന്നും രാഹുൽ ആരോപിച്ചു. നികുതി 3% നിന്നും 18% ഉയർന്നു. ട്രംപ് മോദി സർക്കാരിനെ വിഡ്ഢികളാക്കുകയാണ് ചെയ്തത് എന്നും രാഹുൽ ആഞ്ഞടിച്ചു. വ്യാപാര കരാറിനെ മണ്ടത്തരമെന്ന് വിശേഷിപ്പിച്ച രാഹുൽ ഗാന്ധി മോദി ഇന്ത്യയെ ട്രംപിന് വിറ്റു എന്നും വിമർശിച്ചു. ഇതിനെതിരെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു രംഗത്ത് വന്നു. സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളമുണ്ടായി. പിന്നാലെ അദാനിക്കെതിരായ US കേസ് സഭയിൽ ഉന്നയിക്കാൻ രാഹുൽ ശ്രമിച്ചു. എന്നാൽ സ്പീക്കറിൽ തടഞ്ഞതോടെ സഭ വീണ്ടും ഭരണ പ്രതിപക്ഷ വാഗ്വാദവുമായി മുന്നോട്ടുപോയി. തെളിവുകളില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുവെന്ന കിരൺ റിജ്ജുവും രാഹുലിന്റെ പരാമർശങ്ങൾ രേഖകളിൽ ഉണ്ടാകില്ല എന്ന് സ്പീക്കറും മുന്നറിയിപ്പ് നൽകി. കടുത്ത ആക്രമണമാണ് രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തിനെതിരെ ലോക്സഭയിൽ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസവും പല വിധത്തിലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ പ്രതിരോധിച്ചിരുന്നു. ഭരണപക്ഷം അക്ഷരാർത്ഥത്തിൽ വിറച്ചു പോകുന്ന പ്രകടനമാണ് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമ്മൾ കണ്ടത്. നരവനയുടെ പുസ്തകം ഉയർത്തി ഭരണപക്ഷത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ച രാഹുൽ ഗാന്ധിയെ യഥാർത്ഥത്തിൽ BJP സർക്കാർ ഭയപ്പെട്ടിരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെതിരെ അവിശ്വാസ പ്രമേയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് BJP കടക്കാൻ നീക്കം നടത്തിയതും.